ഹായ് ഗായ്സ്, ഐ ആം ദേവ. വെൽക്കം ബാക്ക് ടു DVM പെറ്റ് ഗ്രൂമിങ്. ഞങ്ങൾ ഇന്നൊരു ക്യാറ്റ് ബംഗ്ലാവിലാണ് ഒരു 14 പൂച്ചയെ ഗ്രൂം ചെയ്യാനായിട്ട് വന്നേക്കുക. ഞങ്ങളുടെ കരിയറിലെ ഫസ്റ്റ് ഗ്രൂമിംഗ് ആണ് ഇത്രയും പൂച്ചകളെ ഗ്രൂം ചെയ്യുന്നത്. കഴിഞ്ഞ 3 തവണ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കഴിഞ്ഞ തവണത്തെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ പബ്ലിഷ് ചെയ്തില്ല. നാദർഷയുടെ പൂച്ച മരണപ്പെട്ടപ്പോഴത്തെ ഈ പൂച്ചയെ ഗ്രൂം ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളെ പ്രേക്ഷകരിൽ എത്തിക്കാമെന്ന് കരുതി, എങ്ങനെ അവരെയൊക്കെ ഗ്രൂം ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് ദേഷ്യമുള്ളവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. 14 പൂച്ചകൾ, 14 പേർക്കും പല സ്വഭാവമാണ്. വളരെ അക്രമ സ്വഭാവമുള്ളവരും ഉണ്ട്, പാവങ്ങളും ഉണ്ട്. അപ്പം അവരെ നിന്ന് ഞങ്ങൾ ആരെയും സെഡേഷൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. വളരെ അവരൊപ്പം നിന്ന് അവരെ സ്വഭാവം മനസ്സിലാക്കി, അവരെ ടച്ച് അഗ്രഷൻ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ടച്ച് ചെയ്യാം, പൂച്ചകളെ എങ്ങനെ കംഫർട്ട് സോണിൽ വെച്ച് ഗ്രൂം ചെയ്യാമെന്നുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂമേഴ്സാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിനൊപ്പം നിന്ന് ഗ്രൂം ചെയ്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. അവർ പുതിയ ആൾക്കാരെ കാണുമ്പോൾ പേടി കാണും, പുതിയ സ്ഥലത്ത് വരുമ്പോൾ ഒരു പേടി കാണും. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ജോലിയിലും അവരെ ക്യാരക്ടർ മനസ്സിലാക്കി, അവരെ നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അറിവുകൾ നമ്മൾ പകർന്ന്, അവരെ സ്വഭാവം പകർന്നെടുത്ത് അവരോടൊപ്പം ക്ഷമയോട് നിന്ന് ജോലികൾ ചെയ്യുക എന്നല്ലാതെ ഇതിനകത്തൊരു സൊല്യൂഷൻ ഇല്ല. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് നമ്മുടെ ഈ 14 പൂച്ചയുടെ ഗ്രൂമിങ്. അതിനകത്ത് കണ്ട ഇവനൊക്കെ ഒളിച്ചിരുന്ന് നോക്കുന്ന, പേടിച്ചിട്ടൊക്കെ അടുത്ത ഊട് അവൻ്റെയാന്നുള്ള അപ്പം നല്ല രസമുള്ള കുറേ നല്ല നല്ല ഫർ ബേബീസാണ് ഇവരൊക്കെ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇന്ന് ഇവിടെ ജോലിക്ക് വരുന്നത്. കാരണം ഞങ്ങൾ സ്പെഷ്യൽ ക്ലയൻസ്, ഇത്രയും ദൂരം ഞങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്ത് വരുന്ന ഇവരെ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ഇറിറ്റേഷനാണ്. പൂച്ച വളർത്തുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം എല്ലാം ജോലിയും കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഊണുമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു. ഫുൾ ക്ലീനാക്കിയും കൊടുത്തു അവിടെ.